ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കാവേരി നരേന് നേരെ ആ ടോയ് ഗൺ പ്രയോഗിക്കുമ്പോഴേക്കും അതിന്റെ സ്റ്റിക്ക് അവന്റെ തലയിൽ ചെന്ന് വീഴുകയാ. അവൻ അത് എടുത്തു നോക്കുമ്പോഴേക്കും കാവേരിയും കൂട്ടരും മതിലിന് പുറകിൽ ഒളിച്ചിരിക്കുക. അവൻ അതും കയ്യിൽ പിടിച്ച് ചുറ്റുപാടും തിരയുമ്പോഴാണ് ശിവരാജൻ അങ്ങോട്ട് വരുന്നത്. ശിവരാജൻ ചിരിയോടെ നരേനെ നോക്കുമ്പോഴേക്കും അയാളാണ് അത് ചെയ്തതെന്ന് കരുതി ഇയാള് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് നരൻ വീണ്ടും തന്റെ കോൾ തുടരുകയാ. താൻ അവിടെ ഹോൾഡ് ചെയ്യ്, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല എന്ന് പറഞ്ഞവൻ ശിവരാജന്റെ അരികിലേക്ക് ചെന്ന് ഇതെന്തോന്ന് ഇളയ ചെയ്ത് എന്ന് ചോദിക്കേ. അയ്യോ എന്തോന്ന് എന്ന് ശിവരാജനും ചോദിക്കുന്നുണ്ട്. ഈ പ്രായത്തിലും കുട്ടിക്കളിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ ആ സ്റ്റിക്ക് അയാളുടെ പോക്കറ്റിലേക്കിട്ട് നരൻ വീണ്ടും കോള് തുടരുകയാ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? തലേ തോണ്ടുന്ന കാര്യോ? എടോ താനെന്താ എന്നെ കളിയാക്കുക എന്ന് ഫോണിലൂടെ ചോദിച്ച് നരൻ ആ കോളുമായി മുറ്റത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും ആ സ്റ്റിക്കും കയ്യിൽ പിടിച്ച് ഇവന് എന്തൊരു ചെറുക്കനാ ഇത്, വട്ടുമൂത്തതാ എന്നും പറഞ്ഞ് ശിവരാജൻ ആ സ്റ്റിക്കുമായി മുറ്റത്തേക്ക് ഇറങ്ങുകയാ. ഒളിച്ചിരിക്കുന്ന കാവേരിയും നിളയോടായി നിളമോളെ അവരാരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്ക് പോ എന്ന് പറയേ നിള പതിയെ എഴുന്നേറ്റ് ഗേറ്റിന് മുകളിലൂടെ നോക്കുമ്പോഴേക്കും നരൻ അവിടെ കോൾ ചെയ്യുന്നതും ശിവരാജൻ ആ സ്റ്റിക്കും കയ്യിൽ പിടിച്ച് മുറ്റത്തുകൂടി നടക്കുന്നതും കാണുകയാ. അവൾ കാവേരിയോടായി ശ്രദ്ധിക്കുന്നില്ല ചേച്ചി എന്ന് പറയേ കാവേരിയും കൂട്ടരും വീണ്ടും എഴുന്നേറ്റ് കാവേരി ആ തോക്ക് ചൂണ്ടി നരന് നേരെ ഉന്നം പിടിക്കുമ്പോഴാണ് ശിവരാജൻ നടന്നു വരുന്നത് കാണുന്നത്. അയാളെ കണ്ടവരും പരിഭ്രമത്തോടെ പിന്തിരിയുമ്പോഴേക്കും എടി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്ന് ഗംഗ നിളയോടായി ചോദിക്കുന്നുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഒരാള് നടന്നു വരുന്നല്ലേ ഉള്ളൂ എന്ന് നിളയും ചോദിക്കുക. എടി മഹാഭാബി എന്നും പറഞ്ഞ് കാവേരി ആ തോക്കും ചൂണ്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് ശിവരാജൻ ഒരു ചിരിയോടെ അങ്ങോട്ട് കയറി വന്ന് അല്ല ഇതെന്താ അതിർത്തി കാവലോ? ഗായത്രി ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും തന്റെ കയ്യിലുള്ള തോക്ക് അകത്തേക്ക് ചൂണ്ടി അകത്തുണ്ടെന്ന് കാവേരി പറയുകയാ. കാര്യം മനസ്സിലായ ശിവരാജനും അവളെ നോക്കി ഒന്ന് ചിരിച്ച് തന്റെ കയ്യിലുള്ള സ്റ്റിക്ക് ഉയർത്തി കാണിച്ച് ചിരിയോടെ അവളെയും നരനെയും ഒന്ന് നോക്കി അതേ അവന്റെ അടുത്ത് അധികം കളിയൊന്നും വേണ്ട, അവൻ ഒറിജിനൽ തോക്കെടുത്ത് വെടിവെച്ച് കളയും എന്ന് പറയേ. അതെയോ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഏതോ പെൺകുട്ടിയായിട്ടാണെന്ന് ഉറപ്പാ. അവൻ ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞാലേ കണ്ണെടുത്താ കണ്ടുകൂടാ എന്ന് ശിവരാജൻ പറയുന്നവർക്ക് അതെന്തായെന്ന് കാവേരിയും ചോദിക്കുക. അതാണ് അങ്ങനെയാ എന്റെ കുഞ്ഞ് എന്ന് ശിവരാജൻ പറയുമ്പോഴേക്കും ഗായത്രി മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ശിവേട്ടൻ പുതിയ വീട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിനൊക്കെ ഇനി സമയം കിടക്കുമല്ലേ, ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ എന്ന് ശിവരാജൻ പറയേ. ഗായത്രിയും എന്നാ പോട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ വരാം, നിങ്ങൾ അങ്ങോട്ടും ഇറങ്ങുമെന്ന് പറഞ്ഞ് ഗായത്രി ശിവരാജനെയും കൂട്ടി യാത്ര പറഞ്ഞിറങ്ങുകയാ. ഗായത്രിയെ നോക്കി നല്ല ആന്റിയല്ലേ എന്ന് നിള പറയേ. അതിനും കൂടി ചേർത്ത് അവിടെ അങ്ങനെ ഒരു അവതാരം ഉണ്ടല്ലോ എന്ന് നരനെ ചൂണ്ടി കാവേരി പറയുകയാ. നരൻ അപ്പോഴും ഫോണിലൂടെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. എടോ സോറിയൊന്നും വേണ്ട എടോ, ഞാൻ തന്റെ സൗകര്യത്തിനല്ല കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്, താൻ ആദ്യം അത് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ ഉച്ചവയ്ക്കുന്നവൾക്ക് ഗംഗയും പറയുന്നുണ്ട്. ഇവനിങ്ങനെ അലറിക്കൊണ്ടിരുന്നാലേ ഇവന് പെൺകുട്ടികളെയല്ല പെൺകുട്ടികൾക്ക് ഇവനെയാ ഇഷ്ടപ്പെടാതെ വരിക. നരൻ വീണ്ടും മൊബൈലിലൂടെ ഒച്ചവെച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ട് ചെല്ലുന്ന ഗായത്രിയും എന്താടാ ഇത് എന്ന് ചോദിക്കേ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് മൊബൈലിലൂടെ പറഞ്ഞ് നരൻ ഗായത്രിയോടായി. അത് ഒന്നുമില്ല, ഒരു ഓഫീസ് കാര്യങ്ങള് എന്ന് നരനും. എന്തിനാ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറച്ച് സമാധാനമായിട്ട് പറയേ, ഇങ്ങനെ പ്രഷർ കൂടിയാൽ നിന്റെ ആരോഗ്യത്തിന് തന്നെയാ കേട് എന്ന് ഓർമ്മിപ്പിക്കേ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് നരേനും പറയുന്നുണ്ട്. അതിനൊന്നും മൂളിക്കൊണ്ട് ഗായത്രിയും ശിവരാജനും കൂടി വീട്ടിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും നരൻ വീണ്ടും മൊബൈലിലൂടെ ഒച്ച വെക്കുകയാ. ദേ ആ കോൺട്രാക്ട് ഇന്ന് തന്നെ സൈൻ ചെയ്യണം, ഇന്നെന്ന് പറഞ്ഞ ഇന്ന്, വേറെ മാറ്റമില്ല എന്നവൻ പറയുന്നവൾക്ക് കാവേരിയും പറയുന്നുണ്ട്. ഇതിപ്പോ പട്ടിയുടെ വാല് കുഴലിലിട്ടാലെന്ന് പറഞ്ഞതുപോലെ ആയെന്ന്. അകത്തേക്ക് കയറിയ ഗായത്രിയോടായി എങ്ങനെയുണ്ട് പുതിയ വീട്ടുകാര് എന്ന് ശിവരാജൻ ചോദിക്കുക. പാവങ്ങളാണെന്ന് തോന്നുന്നു എന്ന് ഗായത്രി പറയേ. അത്ര പാവങ്ങളൊന്നുമല്ല, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ആ സ്റ്റിക്ക് ഗായത്രിയെ കാണിക്കുക ശിവരാജൻ. അത് കണ്ട് ഗായത്രിയും ഇതാ കൊച്ചിന്റെ കളിപ്പാട്ടമല്ലേ, അതിനുള്ളിൽ അതും കട്ടെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നോ, ഈ ശിവേട്ടൻ എന്താ വട്ടായോ ഛേ എന്നും പറഞ്ഞ് ഗായത്രി അകത്തേക്ക് കയറി പോവുകയാണ്. ആ സ്റ്റിക്കും കയ്യിൽ പിടിച്ച് അപ്പൊ എനിക്കായോ കുഴപ്പം എന്ന് പറഞ്ഞ് നിൽപ്പാ ശിവരാജൻ. ഫോണിലൂടെ ഒച്ചവെച്ച് ബഹളം വയ്ക്കുന്ന നരേനെയും അവനെ നോക്കി നിൽക്കുന്ന കാവേരിയെയും ഒന്ന് ശ്രദ്ധിച്ച് ഇതങ്ങനെ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല എന്നും പറഞ്ഞ് ശിവരാജൻ അകത്തേക്ക് കയറി പോവുകയാണ്. കാവേരിയും കൂട്ടരും അപ്പോഴേക്കും തയ്യൽ മെഷീൻ വൃത്തിയാക്കാനായി തുടങ്ങുന്നുണ്ട്. ഇടയ്ക്കിടെ കാവേരി ഫോണിലൂടെ ബഹളം വയ്ക്കുന്ന നരേനെയും ശ്രദ്ധിക്കുകയാ. അപ്പോഴാണ് ഒരു ഓട്ടോയിൽ വിനീത് അങ്ങോട്ട് വന്നിറങ്ങുന്നത്. നരേൻ വിനീതിനെ ശ്രദ്ധിക്കുമ്പോഴേക്കും വിനീതും ചിരിയോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. ശരി എന്തേലും ചെയ്ത് തുലയ്ക്ക് എന്ന് പറഞ്ഞ് കോൾ വെച്ച് നരൻ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നേരം ഹേയ് ബ്രോ എന്ന് കൈ ഉയർത്തി വിനീതും വിളിക്കുക. ആ കാഴ്ച കണ്ട് അന്തം വിട്ട് നോക്കി നിൽപ്പാ കാവേരിയും കൂട്ടരും. നരനും കടുപ്പിച്ച മുഖവുമായി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വിനീത് സന്തോഷത്തോടെ ഓടിച്ചെന്ന് കൈ കൊടു എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നുണ്ടെങ്കിലും നരൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽപ്പാ. എന്നെ മനസ്സിലായില്ലേ, ഞാൻ പുതുതായിട്ട് വീട് വാടകയ്ക്കെടുത്ത വിനീത്
കലക്കി കേട്ടോ. പുഷ്പവാടിക്കാർക്കൊക്കെ ജയപാലിനെ പേടിയാ. അയാൾക്ക് 2 കൊടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബ്രോ അത് ചെയ്തപ്പോ ലെവല് വേറെയായിരുന്നു. നെഞ്ചിലൊക്കെ ചവിട്ടി പടപടാന്ന് ഇടികൊടുത്തപ്പോ എനിക്ക് ലാലേട്ടനെ ഓർമ്മ വന്നത്. പുള്ളിക്കാരനല്ലേ വില്ലന്മാർക്ക് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ മരണമാസ്. ഞാൻ ലാലേട്ടൻ ഫാനാ. ബ്രോ ലാലേട്ടൻ ഫാനാണെന്ന് ഫൈറ്റ് കണ്ടാൽ അറിയാം എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും നരേൻ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അത് കണ്ട് വിനീതും സോറി മമ്മൂക്ക ഫാൻ ആണല്ലേ, ആരുടെ ഫാൻ ആയാലും വേണ്ടില്ല, കൈകൊട് എന്ന് പറഞ്ഞ് വീണ്ടും അവൻ കൈ നീട്ടുകയാണ്. നരൻ ആ കൈയിലേക്കൊന്ന് നോക്കി കൈ പിണച്ചു കെട്ടി തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും വിനീതും ചമ്മലോടെ കൈ പിൻവലിച്ച് തന്നെ നോക്കി നിൽക്കുന്ന കാവേരിയെയും കൂട്ടരെയും ശ്രദ്ധിക്കുകയാ. കൈ വേണ്ടല്ലേ എന്ന് ചോദിച്ച് വിനീത് അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നേരം ഇയാളൊന്ന് നിന്നേ എന്ന് പറഞ്ഞ് നരൻ വിളിക്കുകയാണ്. നരൻ വിനീതിന്റെ അരികിലേക്ക് ചെന്ന് ഇയാള് ശിവാജി ഗണേശൻ ഫാനാ എന്ന് ചോദിക്കേ അല്ലെന്ന് വിനീതും. എന്നാലേ ഏയ് ബ്രോ വേണ്ട, ശബ്ദം കുറച്ചൊരു ഏയ്, പിന്നെ ബ്രോ ഉണ്ടല്ലോ അതങ്ങ് വെട്ടിയേരെ കേട്ടോ എന്ന് പറയേ ശരിയെന്ന് വിനീതും സമ്മതിക്കുക. അല്ല ഇയാൾ എങ്ങനെയാ എന്റെ ബ്രോയാവുന്നത് എന്ന് നരൻ ചോദിക്കേ. ഇല്ല ഇനി ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് വിനീതും. ശ്രദ്ധിക്കണം, ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് താക്കീതോടെ പറഞ്ഞ് നരൻ വീടിനകത്തേക്ക് കയറി പോവുകയാ. ദേഷ്യത്തോടെ അവൻ പോകുന്നത് നോക്കി നിൽപ്പാ കാവേരിയും. തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന കാവേരിയെയും കൂട്ടരെയും നോക്കി മുഖത്തൊരു ചിരിയെല്ലാം വരുത്തി വിനീത് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാ. വിനീത് അങ്ങോട്ട് എത്തുമ്പോഴേക്കും വിനീതേട്ടാ എന്തായിരുന്നു അവിടെ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അല്ല ഞാനൊന്ന് പരിചയപ്പെടാൻ പോയതാ, ആള് ബിസി ആയിരുന്നെന്ന് തോന്നുന്നു എന്ന് വിനീത് പറയേ. ബിസിയോ? എന്ത് ബിസി? അവൻ എന്താ വിനീതേട്ടനോട് പറഞ്ഞതെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു, പിന്നെ ബ്രോ ഒന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്നവൻ പറയുന്നത് കേൾക്കെ ഒച്ച കുറച്ച് സംസാരിക്കണ്ടെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ച് കാവേരി ഉറക്കെ കൂവുകയാ. വീട്ടിലേക്ക് കയറി സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങുകയായിരുന്ന നരേനും ആ ശബ്ദം കേട്ട് ഒരു നിമിഷം നിൽക്കുകയാ. വീണ്ടും കാവേരി ഉറക്കെ കൂവുമ്പോഴേക്കും ദേഷ്യം കടിച്ചമർത്തി നരേനും മുകളിലേക്ക് കയറിപ്പോവുകയാ. ഇത്രയും ശബ്ദം കുറച്ച മതിയോ വിനീതേട്ടാ എന്ന് കാവേരി ചിരിയോടെ ചോദിക്കേ. കാവേരി എന്തായി കാണിച്ചെന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഗംഗേച്ചി യമുനെ വാ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് കാവേരി വിളിക്കേ. ഞാൻ റെഡിയാ എന്ന് പറഞ്ഞ് യമുന കാവേരിയുടെ പുറകെ പോവുകയാ. എടി കാവേരി എന്ന് വിളിച്ച് ഗംഗയും അവളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. കാവേരിയും യമുനയും ഒരുമിച്ച് പോവാൻ തുടങ്ങുമ്പോഴേക്കും കാവേരി വേണ്ടടി, നിളയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. നാളെ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട ദിവസമല്ലേ. ഈ സമയത്തൊരു പ്രശ്നമുണ്ടാക്കി വീടൊഴിയേണ്ടി വന്ന ബുദ്ധിമുട്ടാവും, തൽക്കാലം ക്ഷമിച്ചു വിടാം എന്ന് ഗംഗ പറയുന്നതുകൾക്ക് വിനീതും ചോദിക്കുന്നുണ്ട്. എന്തിനു വീടൊഴിയുന്നത്, ഇപ്പൊ താമസമായതല്ലേ ഉള്ളൂ എന്ന്. അത് കേട്ട് കാവേരിയും അവന്റെ അരികിലേക്ക് ചെന്ന് നല്ല ബെസ്റ്റ് വീട്, കയ്യും തലയും പുറത്തിടരുത്, പുകവലി പാടില്ലെന്നൊക്കെ പ്രൈവറ്റ് ബസ്സിൽ എഴുതി വെക്കുന്നത് പോലെ ഒരു 100 നിബന്ധനകളാ. ചില മുറികൾ തുറക്കാൻ പാടില്ല, ഒച്ചയെടുത്ത് സംസാരിക്കരുത് എന്ന് കാവേരി ദേഷ്യത്തോടെ പറയേ. ഗംഗയും അവളുടെ അരികിലേക്ക് വന്ന് നിളയുടെ കാര്യം ഒന്ന് കഴിയട്ടെടി, നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വീട് നോക്കാം എന്ന് പറയുന്നത് കേൾക്കെ. എന്നാലും പുഷ്പവാടിക്ക് തിരിച്ചു പോകാൻ ഒക്കില്ല എന്ന് വിനീതവും പിറുവിറുക്കുന്നുണ്ട്. അത് കേൾക്കെ താക്കീതോടെ വിനീതേട്ടാ എന്ന് വിളിക്കുകയാണ് ഗംഗയും. ഏയ് ഇല്ലില്ല ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വിനീത് പറയേ. പോയ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. നടന്നു എന്ന് വിനീത് പറയേ. എന്നവാ അവനെ കാണുന്നത് തന്നെ അപശകുനമാ എന്ന് പറയേ വിനീത് അവിടുന്ന് പോവുകയാ. ഗംഗയോടായി കാവേരി പറയുന്നുണ്ട്. നോക്കിക്കോ, പോകുന്നതിന് മുമ്പ് ഞാൻ അയാളുടെ ജനലിന്റെ പുറത്ത് പാതിരാത്രി മാലപ്പടക്കം വെച്ച് പൊട്ടിച്ചിട്ടേ പോവുന്നു. യമുന അപ്പോഴേക്കും ആ വീട്ടിലേക്ക് നോക്കി ആലോചനയോടെ നിൽപ്പാ. ഇയാളെ ഞാൻ എവിടെയോ എന്നോർത്തവൾ ആലോചനയോടെ നിൽക്കണ കണ്ട് ഗംഗ അവളുടെ അരികിലേക്ക് ചെന്ന് എന്തോർത്ത് നിക്കടി എന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇയാളെ ഞാനേ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നവൾ പറയേ. നിനക്കങ്ങനെ പലതും തോന്നും, മര്യാദയ്ക്ക് വന്നോ, അങ്ങോട്ടൊന്നും നോക്കണ്ട വാ എന്ന് പറഞ്ഞ് ഗംഗ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. കാവേരിയും ദേഷ്യത്തോടെ ആ വീട്ടിലേക്ക് നോക്കി തയ്യൽ മെഷീനും തുടച്ചുകൊണ്ട് നിൽപ്പ. രാത്രിയാവുമ്പോ അംബികാമ്മയും കൂട്ടരും ഫുഡ് കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കുക. സീമയും ഗായത്രിയും അവർക്കെല്ലാം വിളമ്പിക്കൊടുക്കുകയാ. അംബികാമ്മ രഘുനാഥിനോടായി പറയുന്നുണ്ട്. സംസാരിച്ചു നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് രഘുനാഥും പറയുകയാ. അംബികെ നീ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ പറയാത്തത് കൊണ്ടാണ് നരേൻ കല്യാണം കഴിക്കാത്തതെന്ന്. നല്ല കഥയായിന്ന്. അത് കേട്ട് ഗായത്രിയും നമുക്കവനെ പറഞ്ഞു മനസ്സിലാക്കാമേ എന്ന് സമാധാനിപ്പിക്കേ. മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലം എത്രയായി എന്ന് അംബികാമ്മയും ചോദിക്കുക. അതിനിടയ്ക്ക് ശിവരാജനും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദിവസേന ഇങ്ങനെ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കാർക്കും ബോറടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നരേൻ ഫുഡ് കഴിക്കാനായി താഴോട്ടിറങ്ങി വരുന്നത്. അത് ശ്രദ്ധിച്ച് സീമയും ദേ കുഞ്ഞു വരുന്നുണ്ട് എന്ന് ഗായത്രിയോടായി പറയേ. നീ പൊക്കോ, ഞാൻ അവന് വിളമ്പിക്കൊടുത്തോളാം എന്ന് ഗായത്രി പറയുകയാണ്. അത് കേട്ട് സീമ ഇവിടുന്ന് പോകുമ്പോഴേക്കും നരേനും മുത്തശ്ശിയുടെ അരികിലേക്കുള്ള ചെയറിലേക്ക് വന്നിരിക്കുക. അവനൊരു ചിരിയോടെ ഇന്നെന്താണ് ഇളയമ്മ സ്പെഷ്യല് എന്ന് ചോദിക്കേ. നീ ഓഫീസിൽ നിന്ന് നേരത്തെ വന്ന് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ സ്പെഷ്യൽ അല്ലേ, പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട പെരി പെരി ചിക്കനും ഉണ്ട് എന്ന് പറഞ്ഞ് ഗായത്രി പ്ലേറ്റ് എടുത്തു കാണിക്കേ. ആഹാ ആ വലിയ പീസിങ് എടുത്തിട്ടെ എന്ന് നരേനും പറയുകയാണ്.
അവൻ മുത്തശ്ശിയോടായി, അല്ല മുത്തശ്ശി ടാബ്ലറ്റ് കഴിച്ചോ എന്ന് ചോദിക്കെ കഴിച്ചു എന്ന് മുത്തശ്ശിയും പറയുകയാണ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനെ ശ്രദ്ധിച്ച് മുത്തശ്ശൻ ഇന്ന് നടക്കാൻ പോയില്ലേ എന്ന് ചോദിക്കെ അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് മുത്തശ്ശനും. നമ്മുടെ വീടിന് ചുറ്റും പിന്നെന്തിനാ ക്യാമറ വെച്ചിരിക്കുന്നത് എന്നവൻ ചോദിക്കേ ടെക്നോളജി എന്ന് മുത്തശ്ശനും. മുത്തശ്ശി കഴിക്കാതെ ഇരിക്കണ കണ്ട് ഇതെന്താ മുത്തശ്ശി കഴിക്കാത്തെ എന്നവൻ ചോദിക്കുന്നുണ്ട്. നിന്റെ അപ്പച്ചി വിളിച്ചിരുന്നു ഇന്ന് എന്ന് മുത്തശ്ശി പറയേ. ആര് എന്ന് നരേനും. നിന്റെ അച്ഛന്റെ മൂത്ത ചേച്ചിയുണ്ടല്ലോ ഭവാനി എന്നവർ പറയേ. ഭവാനി അപ്പച്ചി പറഞ്ഞോ ഭക്ഷണം കഴിക്കണ്ടെന്ന് എന്ന് നരേൻ ചോദിക്കണ കേട്ട് ശിവരാജൻ പൊട്ടിച്ചിരിക്കുകയാ. അതല്ല, ഭവാനി അപ്പച്ചി വേറൊരു കാര്യമാ പറഞ്ഞത്. അച്ഛനും അമ്മയും മരിച്ചപ്പോ നിന്നെ അവര് കൊണ്ടുപോയി വളർത്തിയാ മതിയായിരുന്നു എന്ന്. അത് കേട്ട് രഘുനാഥും അതെന്തിനാടിന്ന് ചോദിക്കുന്നുണ്ട്. അവര് വളർത്തിയാലേ ഇപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞും കൂടി ആവുമായിരുന്നു എന്ന്. ഞാൻ വളർത്തിയതിൽ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അവര് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നതിൽക്കെ ഓരോ ദിവസവും ഓരോ ഡ്രാമ, ഇവർക്കൊന്നും വേറെ പണിയില്ലേ, ഒരു കല്യാണാലോചന എന്ന് ശിവരാജനും മനസ്സിൽ പറയുകയാ. നിന്റെ ഭവാനി അപ്പച്ചി മാത്രമല്ല കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ എന്നെയെ കുറ്റം പറയൂ എന്ന് മുത്തശ്ശി പരിഭവത്തോടെ പറയേ. മുത്തശ്ശി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കുന്നു എനിക്ക് കല്യാണം സെറ്റാവില്ല എന്ന് നരേനും പറയുകയാ. അത് കേട്ട് ശിവരാജനും നിങ്ങൾക്കെന്താ അവന് കല്യാണം വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാരും കൂടി എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? മക്കളെ നിനക്ക് കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, ദേ ഈ കാര്യത്തിൽ ചെറിയച്ഛൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ശിവരാജൻ പറയുന്നവൾക്ക് ഗായത്രി അവന് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയാണോ ശിവേട്ട പറയേണ്ടത് എന്ന് ചോദിക്കുക. നരേനും പറയുന്നുണ്ട്, സംസാരം തുടങ്ങിയപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് ഈ വിഷയത്തിലാവും വന്ന് നിൽക്കുകയെന്ന്. അത് കേട്ട് ഗായത്രിയും അതല്ല മോനെ, ചില നല്ല ആലോചനകൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിയാൽ എന്താന്ന് ചോദിക്കുക. അപ്പൊ നേരത്തെ തന്നെ എല്ലാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചതാണ് അല്ലേ എന്ന് ചോദിച്ചവൻ എഴുന്നേറ്റ്, ദേ ഈ വീട്ടിലെന്നല്ല ഈ നാട്ടിൽ തന്നെ ഞാൻ നിൽക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കരുതിയിട്ടാണെന്ന് അറിയാലോ. ഇനി ഇത് ആവർത്തിച്ചാൽ അക്കാര്യം എനിക്ക് പുനഃപരിശോധിക്കേണ്ടി വരും എന്ന് പറഞ്ഞവൻ മുകളിലേക്ക് കയറി പോവുകയാ. മോനെ കഴിച്ചിട്ട് പോടാ, മോനെ നിക്കടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ ഗായത്രിയും അവന്റെ പുറകെ മുകളിലേക്ക് കയറി പോവുകയാ. ശിവരാജൻ അപ്പോഴേക്കും അവന്റെ പ്ലേറ്റിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി എഴുന്നേറ്റ് ചെന്ന് അവന്റെ പ്ലേറ്റ് എടുത്ത് പെരിവരി ചിക്കൻ അവന് നമ്മൾ കഴിച്ച ഒക്കത്തില്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് തന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാൻ തുടങ്ങുകയാ. രഘുനാഥും അംബികയോടായി ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ എന്ന് വഴക്ക് പറയേ അവരും സങ്കടത്തോടെ കരയുകയാ. അവിടെ നിവിൻ താൻ താമസിക്കുന്ന റൂമിൽ മൊബൈലും കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ. അത് ശ്രദ്ധിച്ച് അവിടെ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്ന അവന്റെ ഫ്രണ്ടും എന്താടാ കുറെ നേരമായല്ലോ മൊബൈലും കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എടാ കാവേരി എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ, ഇതിപ്പോ പുതിയ സിം വാങ്ങി ഫോണിൽ ഇട്ടിരിക്കുക, നമ്പർ മനസ്സിലാക്കാതെ എങ്കിലും അവൾ എടുക്കുമല്ലോ, പക്ഷെ നമ്പർ ഇതുവരെ ആക്ടിവേറ്റ് ആയില്ലടാ എന്നവൻ പറയുന്നത് കേൾക്കെ. നീ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്ക് എന്നവന്റെ ഫ്രണ്ടും പറയുന്നുണ്ട്. അവനത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴേക്കും രാഗിണിയും തന്റെ കാറിൽ അങ്ങോട്ട് വന്നിറങ്ങുകയാ. നിവിനും മൊബൈൽ ഓൺ ചെയ്യുമ്പോഴേക്കും നമ്പർ ആക്റ്റീവ് ആയത് കണ്ട് സന്തോഷത്തോടെ എടാ നമ്പർ ആക്റ്റീവായി എന്ന് പറയേ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ അവന്റെ ഫ്രണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവനും സന്തോഷത്തോടുകൂടി കാവേരിയുടെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴേക്കും കാവേരി അവിടെ വീടിന്റെ ഉമ്മറത്തെ കൈവരിയിൽ ഇരിക്കുകയായിരുന്നു. അന്യോൺ നമ്പറിൽ നിന്നുള്ള കോൾ കണ്ട് അവൾ കോൾ എടുത്ത് ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും നിവിനും സന്തോഷത്തോടെയും സങ്കടത്തോടെയും കാവേരി ഇത് ഞാനാ നിവിൻ. കാവേരി എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത്? കാവേരി എനിക്ക് കാവേരിയോട് സംസാരിക്കണം, കാവേരി എന്തെങ്കിലും ഒന്ന് മിണ്ട് കാവേരി എന്നവൻ പറയുമ്പോഴേക്കും രാഗിണിയും ആ റൂമിന്റെ ഡോറിനരികിലെത്തി നിവിനെ ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ. കാവേരി എത്ര നാളായി കാവേരിയുടെ ശബ്ദമൊന്നും ഞാൻ കേട്ടിട്ട് എന്നൊക്കെ നിവിൻ പറയുന്നുണ്ടെങ്കിലും കാവേരി ഒന്നും മിണ്ടാതെ നിൽപ്പാ. ഹലോ കാവേരി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ കാവേരി എന്നൊക്കെ അവൻ വിളിക്കുമ്പോഴേക്കും രാഗിണി അവന്റെ അരിയിലേക്ക് ചെന്നിരുന്ന് അവന്റെ തോളത്ത് കൈവച്ച് നിവിൻ എന്ന് വിളിക്കുക. അവൻ കോൾ കട്ട് ചെയ്യാതെ ഞെട്ടലോടെ നോക്കുമ്പോഴേക്കും രാഗിണിയെ കണ്ട് രാഗിണി എന്ന് വിളിക്കുന്നു. നിവിൻ എന്ന് രാഗിണിയും വിളിക്കുക. രാഗിണിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ല, പിന്നെ നിവിൻ എന്തിനാ പഴയതൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ച് കാവേരിയും അവന്റെ കോൾ കട്ട് ചെയ്യുകയാ. രാഗിണിയെ കണ്ട ഞെട്ടലിന്ന് മാറി വീണ്ടും നിവിൻ ഹലോ കാവേരി എന്ന് മൊബൈൽ എടുത്ത് വിളിക്കുമ്പോഴേക്കും വീണ്ടും അവന്റെ തോളത്ത് കൈവച്ച് നിവിൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നോ നിന്റെ താമസ സ്ഥലം കണ്ടുപിടിക്കാൻ എന്ന് രാഗിണി പറയുന്നുണ്ട്. അവളുടെ കൈ തട്ടിമാറ്റി നിന്നെ ആരടി ഇങ്ങോട്ട് ക്ഷണിച്ചേ എന്ന് പറഞ്ഞവൻ വീണ്ടും ആ നമ്പറിലേക്ക് ട്രൈ ചെയ്യുന്നേരം നിവിൻ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് രാഗിണിയും ചോദിക്കുക. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് ചോദിച്ചവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നേരം രാഗിണി അവനെ പിടിച്ചു നിർത്തി നിവിൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നീ എന്റെ കഴുത്തിൽ താലി വെച്ചതല്ലേ നിവിൻ, ഒന്ന് ഓർത്തു നോക്ക്, ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോ നിന്റെ ഭാര്യയാവുമായിരുന്നു. നിനക്കറിയോ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം അതായിരുന്നു എന്നിവൾ പറയുന്നവൾക്ക് നിവിനും പറയുന്നുണ്ട്. എന്റെ ജീവിതത്തിലെയും ഏറ്റവും മനോഹരമായ നിമിഷം അതായിരുന്നടി, നിന്റെ കഴുത്തിൽ താലി വെച്ചതല്ല, അതാ കഴുത്തിൽ നെടുത്ത നിമിഷം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞവൻ ആ റൂമിൽ നിന്നിറങ്ങി പോവുകയാ. റൂമിൽ നിന്നിറങ്ങി അവൻ വീണ്ടും കാവേരിയെ വിളിക്കാൻ ശ്രമിക്കുകയാ. സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ രാഗിണിയും അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. കാവേരിയെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ടെൻഷനിൽ നിവിൻ നിൽക്കുമ്പോഴാണ് രാഗിണി അങ്ങോട്ട് വന്ന് നിവിൻ എന്ന് വിളിക്കുന്നത്.
അവളെ കണ്ടവൻ ദേഷ്യത്തോടെ ആ റൂമിന്റെ ഡോർ വലിച്ചടയ്ക്കുകയാ. സങ്കടം സഹിക്കാനാവാതെ രാഗിണി നിൽക്കുമ്പോഴാണ് നിവിന്റെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. രാഗിണി അവനോടായി, നിവിനോട് പറഞ്ഞേക്ക് ഞാൻ അങ്ങനെയൊന്നും വിട്ടുപോവില്ലെന്ന് എന്ന് രാഗിണി ദേഷ്യത്തോടെ പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിളയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതും വിനീതിന്റെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ നഷ്ടമാവുന്നതും യമുനയുടെ ശബ്ദം മൊബൈലിലൂടെ കേട്ടതുകൊണ്ട് കാവേരി തങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമെന്ന് നിവിൻ സങ്കടത്തോടെ തൻ്റെ ഫ്രണ്ടിനോട് പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.